Hello, welcome to ങയരച Cookbook. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല മാങ്ങയിട്ട് വെച്ച ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാങ്ങ ഇട്ട് വെച്ച മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമ്മളിത് തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കറിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയുടെ അരപ്പ് നമുക്കിനി ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് കലക്കി ഒഴിക്കാം കേട്ടോ ഇതിലേക്ക്. തേങ്ങ ഞാൻ അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. നമുക്കിതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കാണ് നമ്മൾ മീനും അതുപോലെ തന്നെ മാങ്ങയും ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയലയാണ് കേട്ടോ. അയലയാണ് ഞാനിന്ന് മാങ്ങയിട്ട് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ മീൻ ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിത് ആദ്യം അടുപ്പത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ കറിയിലേക്കായിട്ട് ഞാൻ 2 ചെറിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 എണ്ണം എടുത്താൽ മതി. ഇനി ഈ മാങ്ങയൊന്ന് കട്ട് ചെയ്ത് നമുക്കിതിൻ്റെ ഈ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ കുടംപുളി ചേർക്കുന്നില്ല, മാങ്ങ മാത്രമാണ് ചേർക്കുന്നത് പുളിക്ക് വേണ്ടി. അപ്പോൾ ഈ സമയത്ത് തന്നെ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇതിപ്പോൾ ഒരുപാട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്കിത് കുറവ് ചേർത്താൽ മതി. അല്ല, മാങ്ങയ്ക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കണം. ഇപ്പോൾ ഞാൻ ഈ മാങ്ങ 2ഉം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പുളി ഒന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പീസ് മുറിച്ചിട്ട് ഇതിൻ്റെ പുളി നോക്കാം, എന്നിട്ട് വേണം ചേർക്കാൻ. ഈ മാങ്ങയ്ക്ക് ഇപ്പോൾ ഒരുപാട് പുളിയൊന്നുമില്ല, ആവശ്യത്തിനുള്ള പുളിയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് 2 എണ്ണവും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ 4 അയലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ മീനായിരുന്നു. അപ്പോൾ ഇത് 4 എണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിത് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയാണ്.
ഇനി ഇത് ഒരു 5 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചു. നമ്മുടെ മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനു മുമ്പായിട്ട് ഈ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, ഉപ്പും പുളിയൊക്കെ. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റാണ്. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി താളിച്ചെടുക്കാം. എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഒരു 3 ഉള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകരുത്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി താളിച്ച് ചേർക്കുമ്പോഴേക്കും കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇതുണ്ടാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അപ്പോഴായിരിക്കും ആ കറിയുടെ എല്ലാ ഫ്ലേവറും ഉപ്പും പുളിയും ഒക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ കറിയാണ്. മാങ്ങ ഇട്ട് വെച്ച മീൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. മീനൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ താളിച്ച് ചേർക്കുമ്പോഴേക്കും കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.